ഒരുപാട് വഞ്ചിച്ചാലും ചതിച്ചാലും എല്ലാം നിശബ്ദം കണ്ണീരൊഴുക്കി നിൽക്കണം ഒരുപാട്. ഞാനായാലും ഒക്കെ നമ്മളെ മോളെ പോലെ അങ്ങനെയാണ് കണ്ടിരുന്നത്. ബെഡ്റൂമിലൊക്കെ ഈ കുട്ടിയുടെ മുടിമ വെക്കണത് അങ്ങനെ അല്ലറ ചില്ലറ സാധനം. ഇതൊക്കെ എങ്ങനെ അവിടെ വന്നു, ഇയാളായിട്ട് നിനക്ക് എന്താ ബന്ധമെന്ന് ചോദിച്ചു. ഒക്കെ എന്നോട് ക്ഷമിക്കണം, അങ്ങനെ പറ്റിപ്പോയി, എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ പറ്റും. ഹലോ ഹാഡീസ്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണ്. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4-5 ദിവസമായിട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മടങ്ങുകയാണ്. അങ്ങനെ രാവിലെ ഇതാ നമ്മളെല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതാ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിൽ നോക്കിയപ്പോൾ നിച്ചുമോൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കിൽ കയറാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് 5 days ആയി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും വൈകുന്നേരത്തെ കോഫി കഴിച്ചതും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ. അപ്പോൾ ശരിയൊന്നും എന്തായാലും നമ്മൾ പോകില്ല. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്, നമുക്ക് അവിടെ തന്നെ കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ ആ പഴയ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ നല്ല അടിപൊളി പൂരി മസാലയൊക്കെ കഴിച്ചു. ചിലവരൊക്കെ നെയ് റോസ്റ്റ് കഴിച്ചു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. റേറ്റ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓവറാണ്. നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഫുഡ് മിസ് ചെയ്യുമെന്നൊരു തോന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു നേരെങ്കിലും പൊതുവേ നമ്മൾ മലയാളികൾക്ക് ഒരു നേരെങ്കിലും ചോറും കറിയും കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പക്ഷേ അതിനൊന്നും ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഫുഡാണ്. റേറ്റ് കുറച്ച് ഓവറാണ് എല്ലാത്തിനും. അങ്ങനെ ഇതാ ബാംഗ്ലൂർ സിറ്റിയോട് ബൈ പറഞ്ഞ് നമ്മളിതാ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു യാത്രയാണ് എൻ്റെ ലൈഫ് എന്നെ മാറ്റിമറിച്ചതും എൻ്റെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയ ഒരു യാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും യാത്രയാണ്. അതിനിടയിൽ ഞാൻ അതുകൂടി നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. യാത്രകളോട് എനിക്ക് എപ്പോഴും പ്രണയമാണെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ആ യാത്രകളെ പ്രണയിച്ചിരുന്ന ഒരു സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ ബൈക്കോ കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഞാനൊരു ബസ് യാത്ര പോയി ഒരുപാട് കിലോമീറ്റർ അകലെയുള്ളൊരു വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം ഒരു 7:30 മണിക്കാണ് കേട്ടോ ഞാൻ ആ വീട്ടിലെത്തിയത്. ഒരു ഉമ്മയും 2 മക്കളുള്ളൊരു വീട്ടിലാണ് കേട്ടോ ആ യാത്ര അവസാനിച്ചത്. അപ്പോൾ അന്ന് നമുക്ക് നല്ല യാത്രാ ക്ഷീണമൊക്കെ ഉള്ള കാരണം തന്നെ പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കിടന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അവരെൻ്റെ വീഡിയോ കാണും, അതുപോലെ തന്നെ അവരറിയണവരും കാണും. അതുകൊണ്ട് ഞാൻ അവരെ പേര് മേൽവിലാസം ഒന്നും ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. എത്ര അവഗണിച്ചാലും എത്ര അപമാനിക്കപ്പെട്ടാലും എനിക്ക് എങ്ങോട്ടും പോകാനില്ല, എനിക്ക് ആരെയും ആശ്രയിക്കാനില്ല എന്ന് വെച്ച് മറ്റുള്ളവരെ കാൽച്ചൂട്ടി തന്നെ കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ. നന്നായിട്ട് കഴിയുന്ന ആൾക്കാരല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം ഒരുപാട് വഞ്ചിച്ചാലും ചതിച്ചാലും എല്ലാം നിശബ്ദം കണ്ണീരൊഴുക്കി നിൽക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ടിന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരുന്നു കല്യാണം കഴിച്ചിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്നേഹമുള്ള ഒരാളും കൂടിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. കാരണം അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ അവരും അവരെ മക്കളും മാത്രമേ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആൾക്ക് നല്ല സ്നേഹമായിരുന്നല്ലോ, ആളെവിടെ പോയി എന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ അവരെ കാര്യങ്ങൾ പറയണം. അവർ താമസിക്കുന്നത് അടുത്തടുത്ത വീടുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടുകാരോട് നമ്മൾ പൊതുവേ നല്ല കമ്പനി ആയിരിക്കുമല്ലോ. അങ്ങനെ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പറയണം, ആ പെൺകുട്ടിനെ എൻ്റെ മക്കളായാലും ഞാനായാലും ഒക്കെ നമ്മളെ മോളെ പോലെ അങ്ങനെയാണ് കണ്ടിരുന്നത്. പെൺകുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ആ പെൺകുട്ടി ഈ വീട്ടിൽ വരും, ഇവരങ്ങോട്ട് പോവൊക്കെ നല്ല ഒരു വീട് പോലെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അറിയണ്ടാവും. അയൽവാസികളോട് നല്ല സമ്പർക്കത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അപ്പോൾ നല്ല അടുപ്പായിരുന്നു. അങ്ങോട്ട് പോകും, ഇവരിങ്ങോട്ട് വരും ഒക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡും അങ്ങോട്ട് പോകും, ആ കുട്ടി ഇങ്ങോട്ട് വരും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഈ കുട്ടി വീട്ടിൽ വരും, ഇവളില്ലാത്ത സമയത്തും ഈ കുട്ടി വീട്ടിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇവൾ പുറത്തൊക്കെ ടൗണിലൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്നപ്പോൾ ബെഡ്റൂമിലൊക്കെ ഈ കുട്ടിയുടെ മുടിമ വെക്കണത് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര ഡൗട്ട് അടിച്ചു. കാരണം നമുക്ക് സംശയം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണല്ലോ സ്ത്രീകൾക്ക് പൊതുവേ. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഒരു യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ആ ആഗ്രഹമാണ് കേട്ടോ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് വയസ്സ് ഒരു 35 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഈ പെൺകുട്ടിക്ക് ഒരു ഉള്ളിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ മോളെ പോലെ, നമ്മൾ ചിലവരൊക്കെ നമ്മൾ അനിയത്തിമാരെ പോലെ അങ്ങനെയൊക്കെ കാണും. ഇവരെല്ലാവരും ഈ വീട്ടിലും വരും, ഇവരെല്ലാവരും ആ വീട്ടിലും പോകും കേട്ടോ. ഇയാളും പോവും, ഇവളും വരും, എൻ്റെ ഫ്രണ്ടും പോവും, ഒക്കെ പോകും കേട്ടോ. അപ്പോൾ നല്ല ഒത്തൊരുമുള്ളൊരു കുടുംബമായിരുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവളെ മനസ്സ് വല്ലാതെ അസ്വസ്ഥയായി. ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. കാരണം ഇത്രയും സ്നേഹിച്ചൊരു ഭർത്താവിനോട് ഇവിടെ അവൾക്ക് ചോദിക്കാനും വയ്യ. അപ്പോൾ ചോദിച്ചാൽ തന്നെ ഈ പറയുമോന്നും അറിയില്ല. അപ്പോൾ ഇവളന്ന് തീരുമാനിച്ചു പറയും, ഈ പെൺകുട്ടി ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഈ പെൺകുട്ടിനെയും കൂട്ടിയിട്ട് കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഇവളോട് ചോദിച്ചു ഇത്രേ, ഇതൊക്കെ എങ്ങനെ അവിടെ വന്നു, ഇയാളായിട്ട് നിനക്ക് എന്താ ബന്ധമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമൊക്കെ അവളങ്ങനെ ഒഴിഞ്ഞു മാറിട്ടോ, ഒരു ബന്ധവുമില്ല, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചോദിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിട്ടോ. നമ്മളൊരു കാര്യം ചോദിച്ചിട്ട് അവരെത്രയായിട്ടും നമ്മളെ മുന്നിൽ സത്യം പറയണില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാസ്റ്റ് കൈയുണ്ടല്ലോ. നമ്മൾ ലേഡീസ് ആ കാര്യത്തിൽ വളരെ മെഡിക്കുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടവ് അവളിവിടെ പ്രയോഗിച്ചത്രേ. എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണം,
ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ അങ്ങനെ മറച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്കെല്ലാം അറിയാം, പക്ഷേ നിൻ്റെ വായിൽ നിന്ന് എനിക്കിത് കേൾക്കണം, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് സത്യം പറയാൻ നല്ലത്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ച് പറയും പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാനും നീയും അയാൾ മാത്രമേ ഇത് അറിയുള്ളൂ, ഇല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണം, അങ്ങനെ പറ്റിപ്പോയി, എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ വയ്യ. കുറേ ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ പോയാൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് ഊഹിക്കണേൻ്റെ അപ്പുറമായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ വീട്ടിലെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം എന്ത് ചെയ്യണം, ജീവിക്കണോ, ഇനി മുന്നോട്ട് എങ്ങനെ, എന്തിനാ ഇനി ജീവിക്കണത്, ഇത്രത്തോളം സ്നേഹിച്ച ആൾ വഞ്ചിച്ചു എന്നുള്ളത് ഒരിക്കൽ പോലും മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി തൃപ്തിപ്പെടുത്താനോ പാകപ്പെടുത്താനോ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കുറേ സമയം ആരോടും മിണ്ടാണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ 2 ദിവസത്തെ മൂകതയ്ക്ക് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു, എന്നെ വഞ്ചിച്ച അയാൾ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന്. ഈ വിവരങ്ങളൊക്കെ അവളെ വീട്ടിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ട് ആണുങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, ഇത് നീ കണ്ടുപിടിച്ചത് കാരണമല്ലേ, അറിയാത്ത എത്രയോ ജന്മങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും വലിയ വിഷയമാക്കി എടുക്കണ്ട, മക്കൾക്ക് വാപ്പമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ തിരിച്ചു പോകണം തന്നെ നിർബന്ധിച്ചു കേട്ടോ. അപ്പോൾ അവൾ പറയാം, ഒരിക്കലും എനിക്ക് ആളെ കൂടെ പിന്നെ ജീവിക്കാൻ തോന്നിയില്ല, കാരണം നമ്മളെ വേണ്ടാഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് മൂപ്പര് നിന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇനി അയാൾ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരുപാട് ദൂരെ സ്ഥലത്ത് വന്നിട്ട് താമസിക്കാനുണ്ട്. ആ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരിത് കാണും, അതുപോലെ അവരറിയണവർ കാണും, അതുകൊണ്ടാണ് നമ്മൾ സ്ഥലങ്ങൾ, കാര്യങ്ങൾ, പേര്, വിലാസം ഒന്നും പറയാത്ത കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു യാത്രയിൽ നമ്മൾ ഈ വണ്ടികൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കയറിയപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. പഴയ വണ്ടികളെന്ന് പറയുമ്പോൾ വലിയ റേറ്റ് കുറഞ്ഞ വണ്ടികളല്ല കേട്ടോ, പഴയ വണ്ടികൾക്ക് നല്ല റേറ്റ് ആണല്ലോ, നല്ല അടിപൊളിയാണ്, നല്ല കളേഴ്സിലാണ് കേട്ടോ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കയറി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കാരണം എനിക്ക് കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കാണാൻ ഇഷ്ടമുണ്ട്, അവർക്ക് 3 പേർക്കും കാണാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ അവരൊരു ഇഷ്ടമല്ലേ ഞാൻ നിഷേധിക്കപ്പെടുന്നത് എന്ന് തോന്നിയപ്പോൾ ഞാനും കയറി കണ്ടു കേട്ടോ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടമായിട്ടോ. പഴയ മോഡൽ പണ്ടത്തെ സിനിമാ നടന്മാരും വലിയ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാവേ. അപ്പോൾ ഞാൻ അവിടെ കിടന്ന ഒരു ദിവസം 3:30 മണിക്ക്, പുലർച്ചെ 3:30 മണിക്ക് കിച്ചണിൽ ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ വല്ല വെള്ളം കുടിക്കാനോ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ എണീറ്റതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കിടന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എനിക്കതങ്ങനെ നേരത്തെ എണീക്കുന്നൊരു ശീലം ഒന്നുമില്ല കേട്ടോ. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല, കാശുമില്ല, ഒന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനുമില്ല, ജോലിയില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് കിടക്കാമല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മളിവിടെ വേറൊരു വീട്ടിൽ വന്നിട്ട് നമ്മൾ ഉച്ചവരെ കിടക്കണം ശരിയല്ലല്ലോ എന്ന് വെച്ചൊരു 7 മണിക്കൊക്കെ ഞാൻ എണീറ്റ് ചെന്നപ്പോൾ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരത്തെ ഇതെല്ലാം കഴിഞ്ഞു വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇത്ര നേരത്തെ എല്ലാം കഴിയും, എന്നാലും എനിക്ക് ജോലിക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ജോലികൾ ഇവിടെ ഒരാൾ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വരുമാനത്തിൽ നിന്ന് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നല്ല പത്തിരിയും നല്ല ചിക്കൻ വറുത്തരച്ച കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇതിൻ്റെയൊക്കെ പുറമെ ഇവിടെ ഈ ജോലിയുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആരും ആശ്രയിക്കാനില്ലാണ്ട് വന്നപ്പോൾ, കാരണം വീട്ടുകാർ പോലും കൈവിട്ടപ്പോൾ, അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം അവർക്കുണ്ട് കേട്ടോ. കാരണം ജീവിക്കാനുള്ള വരുമാനം, അല്ലാതെ വലിയ സെറ്റപ്പ് എന്നല്ല പറഞ്ഞത്. കാരണം ഒരു സ്ത്രീ മാത്രം ഒരുപാട് കഷ്ടപ്പെട്ട് ഈ മക്കളൊക്കെ വളർത്തുമ്പോൾ വലിയൊരു സെറ്റപ്പൊന്നും ആയിട്ടില്ല, എന്നാലും ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നമുക്കിപ്പോൾ ഇവരെ പോലെ തന്നെയല്ലേ, നമുക്കെന്താ ഇപ്പോൾ ഒരു കുറവ്, നമ്മളെന്താ ചെയ്യണേ, ഓരോ ദിവസം നമുക്ക് അന്നൊക്കെ കാര്യങ്ങൾ നടക്കണില്ല, അല്ലെങ്കിൽ ഒരുപാട് കടങ്ങളാണ്, പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിൽക്കാൻ പാകല്ല. ഞാൻ പല ദിവസങ്ങളിലും കേട്ടോ ഡോറൊക്കെ പുറത്തേക്ക് പൂട്ടിയിട്ട് ഞാൻ ഉള്ളിലിരിക്കും കടക്കാർ വരുമ്പോൾ. കാരണം ഇവർ വന്നിങ്ങനെ നമ്മളെ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കില്ല എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും പുറത്തേക്ക് പൂട്ടിയിട്ട് അകത്ത് വന്നിരിക്കും. അങ്ങനെ ഒന്നും ഇരിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൂടെ എന്നൊരു പ്രവണത ആ ഒരു യാത്രയിലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു യാത്രയും ഞാൻ വെറുതെ തെണ്ടി നടക്കുകയാണ്, കാശ് കളയണമെന്നൊരു ചിന്ത ഒരിക്കലും എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. നമ്മളിൽ പല സ്ത്രീകളും ഇങ്ങനെ പല രീതിയിൽ വഞ്ചിക്കപ്പെട്ടവരായിരിക്കും, അല്ല സ്ത്രീകൾ മാത്രം കേട്ടോ, പുരുഷന്മാരും കേട്ടോ. പക്ഷെ നമ്മളെന്താ ചെയ്യുക, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ അവരെന്ത് തെറ്റ് ചെയ്താലും നമ്മളത് അങ്ങ് പൊറുക്കും അല്ലേ. കാരണം നമുക്ക് അവരില്ലാണ്ട്, അവരൊരു സ്നേഹമില്ലാതെ, അല്ലെങ്കിൽ അവരെ കാണാതെ, അവർ ഒരിക്കലും വിട്ടുകൊടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ വയ്യ. അവരില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ അവരെന്ത് മഹാപാപം ചെയ്താലും നമ്മളത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി മേലാക്കാൻ ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് നമ്മൾ തെറ്റും മാപ്പും പറഞ്ഞ് വീണ്ടും നമ്മളങ്ങ് കൂടെ കൂട്ടുമല്ലേ. നമ്മൾ വേണ്ടാത്ത ഒരാളെ നമ്മൾ വീണ്ടും നമ്മളെ കൂടെ കൂട്ടുന്നതിൽ എന്താണ് അർത്ഥം, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവരോരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ അവർക്ക് വീണ്ടും തെറ്റ് ചെയ്യാനുള്ളൊരു പ്രവണതയല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക, അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവളെന്നെ ഇട്ടിട്ട് പോവില്ല, അല്ലെങ്കിൽ ഇവൻ ഇട്ടിട്ട് പോവില്ല എന്നൊരു ചിന്താഗതിയാണ് ശരിക്കും നമ്മളെ പങ്കാളിക്ക് വരുന്നതല്ലേ. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം. എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധവും സ്നേഹം തന്നെയാണ്. നമ്മളൊക്കെ വാടിക്കഴിഞ്ഞതിന് ശേഷം അല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, ചേർത്ത് പിടിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ഒക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ്.
യാത്രകളെ പ്രണയിക്കുന്ന പോലെ തന്നെ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്, ഓരോ അറിവാണ്. അങ്ങോട്ട് പോയ ആ ഒരു മനോഭാവത്തോടു കൂടിയല്ല കേട്ടോ ഞാൻ തിരിച്ചു വന്നത്. എനിക്കും പറ്റും, എനിക്കും ചെയ്യണം, എനിക്കും സാധിക്കും, എൻ്റെ കുടുംബം നിലനിർത്തണം, ആരും മുമ്പിലും കൈ കാണിക്കാതെ ജീവിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ്, ഒരു പ്രതിജ്ഞയോടു കൂടിയാണ് തിരിച്ചു വന്നത്. ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.